ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ അത് മുഴുവനും പഠിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കാരണങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ 2026-ലും 2024, 2025-ലും ചോദിച്ചിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യങ്ങളും ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. എന്താണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ, മാനസിക സംഘർഷം, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയ അനാരോഗ്യമായിട്ടുള്ള ജീവിത രീതികൾ ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളാണ് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങളോ, അമിതമായിട്ട് ജങ്ക് ഫുഡുകൾ കഴിക്കുക, അതൊക്കെ. പിന്നെ എന്താണ്? വ്യായാമമില്ലായ്മ, ഒരുപാട് ഭക്ഷണം കഴിക്കും പക്ഷേ എന്താണ്? വ്യായാമം ചെയ്യില്ല. അതുപോലെ തന്നെ മാനസിക സംഘർഷം, ഇപ്പോഴത്തെ തലമുറകളിൽ, ഇപ്പോഴത്തെ നമ്മുടെ ഇതിൽ എന്താണ്? ചെറിയ കുട്ടികൾക്ക് വരെ മാനസിക സംഘർഷം ഉണ്ടാവുന്നുണ്ടല്ലേ. അത് മാനസിക സംഘർഷവുമായിട്ട് നമ്മുടെ എന്താണ്? ബോഡിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് ഇവയുടെയൊക്കെ ഉപയോഗം മൂലം എന്താണ്? നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ജീവിതചര്യകളുടെ ഭാഗമായിട്ട് നമ്മൾ തന്നെ വിളിച്ചു വരുത്തുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീവിതശൈലി രോഗങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ നോക്കാം, പ്രമേഹം. പ്രമേഹം എന്താണൊരു ജീവിതശൈലി രോഗമാണ്. ശരീരത്തിൽ ഇൻസുലിൻ ഹോർമോണിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം കോശങ്ങൾക്ക് വേണ്ട രീതിയിൽ ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യാതെ വരികയും തന്മൂലം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത്? പ്രമേഹം എന്ന് പറയുന്നത്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന അവസ്ഥ എന്താണ്? പ്രമേഹമാണ്. എന്താണ് അതിന് കാരണം? ശരീരത്തിൽ ഇൻസുലിൻ്റെ ഹോർമോണിൻ്റെ കുറവുണ്ടാവുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന വൈകല്യം മൂലമോ എന്താണ്? കോശങ്ങൾക്ക് വേണ്ട രീതിയിൽ ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യാൻ കഴിയാതെ വരികയും അതുമൂലം രക്തത്തിൽ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ആ ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത്? പ്രമേഹം എന്ന് പറയുന്നത്. രണ്ട് തരം പ്രമേഹ രോഗങ്ങളുണ്ട്. രണ്ട് തരം പ്രമേഹങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ടൈപ്പ് 1-ഉം ടൈപ്പ് 2-ഉമാണ്. അത് രണ്ടും നമ്മൾ പഠിക്കണം, കാരണം അതിൻ്റെ റീസൺ ചോദിച്ചിട്ടുണ്ട്. ജന്മനാ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥ ഏതാണ്? അത് ടൈപ്പ് 1 പ്രമേഹമാണ്. ടൈപ്പ് 1 പ്രമേഹം കൂടുതലായിട്ട് എവിടെയാണ് കാണപ്പെടുന്നത്? കുട്ടികളിലാണ് കാണപ്പെടുന്നത്. എടുത്ത് പറയേണ്ട ഒരു പോയിന്റാണ്. ടൈപ്പ് 1 പ്രമേഹം ആരിലാണ് കൂടുതലായിട്ട് സാധാരണയായിട്ട് കണ്ടുവരുന്നത്? കുട്ടികൾ കാണപ്പെടുന്ന പ്രമേഹം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ടൈപ്പ് 1 പ്രമേഹമാണ്. ജന്മനാ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് എന്ന് പറയുന്നത്? ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. ഇൻസുലിനോട് പ്രതികരിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവില്ലായ്മ കൊണ്ടുണ്ടാകുന്നതാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത് കേട്ടോ. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്ന പ്രമേഹം ഏതാണ്? ടൈപ്പ് 2 പ്രമേഹമാണ്. ഇൻസുലിനോട് പ്രതികരിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവില്ലായ്മ കൊണ്ടുണ്ടാകുന്നതാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത്. പ്രമേഹ രോഗത്തിന് നിർണയത്തിന് ഉപയോഗിക്കുന്ന നൂതനവും കൃത്യതയാർന്നതുമായ ഒരു പരിശോധന ഏതാണ്? HbA1c ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ HbA1c ടെസ്റ്റ് എന്തിനു ഉപയോഗിക്കുന്നു? പ്രമേഹ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ഒരു അതിനൂതനമായിട്ടുള്ള ഒരു പരിശോധനയാണ് HbA1c ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്? പ്രമേഹം മൂലം കണ്ണിലെ പ്രകാശഗ്രാഹികളായ റെറ്റിനയിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ച് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത്? ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ പ്രമേഹം മൂലം എന്തുണ്ടാവാം? കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാം അല്ലേ. അത് ഏതവസ്ഥയാണത്? ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. നമ്മുടെ ഈ പ്രമേഹം മൂലം കണ്ണിലെ പ്രകാശഗ്രാഹികളായിട്ടുള്ള റെറ്റിനയിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് കേടുപാടുകളൊക്കെ സംഭവിച്ച് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഗ്ലൈക്കോസൂറിയ എന്ന് പറയുന്നത്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ വൃക്കയ്ക്ക് അരിച്ചു മാറ്റാൻ കഴിയാതെ വരികയും അവ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഗ്ലൈക്കോസൂറിയ എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? വൃക്കയ്ക്ക് അത് അരിച്ചു മാറ്റാൻ കഴിയാതെ വരും. അപ്പോൾ അതെന്ത് ചെയ്യും? മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടും. ആ ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത്? ഗ്ലൈക്കോസൂറിയ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടിയാലും കുറഞ്ഞാലും കൂടിയാലും കുറഞ്ഞാലും പറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന 2 പേരുകളുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. 70 mg അല്ലെങ്കിൽ DL കുറവ്, 70
എന്താണ് ഡെസി ലിറ്ററിൽ കുറവാണെങ്കിൽ അതെന്താണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 70 DL എന്ന് പറഞ്ഞാൽ ഡെസി ലിറ്റർ, അതിൽ കുറവ് എന്താണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥയാണ് ഉണ്ടാകുക. ഏതാണ് സാധാരണ നിരക്ക് എത്രയാണ് 70/110 എന്താണ് ഡെസി ലിറ്റർ ആണ് രക്തത്തിലെ സാധാരണ നിരക്ക്, പഞ്ചസാരയുടെ സാധാരണ നിരക്ക് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കണേ, രക്തത്തിലെ സാധാരണ പഞ്ചസാരയുടെ അളവ് എത്രയാണ് 70/110 ഡെസി ലിറ്റർ അല്ലെങ്കിൽ എന്താണ് mg. ഓർത്തിരിക്കണേ. ഇനി അടുത്തതോ 126 മുകളിൽ പോയാൽ നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് 126 മുകളിലാണെങ്കിൽ അതെന്താണ് ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ്. 70 കുറവാണെങ്കിൽ എന്താണ് ഹൈപ്പോഗ്ലൈസീമിയ, 126 മുകളിലാണെങ്കിൽ അതെന്താണ് ഹൈപ്പർഗ്ലൈസീമിയ. നോർമൽ നിരക്ക് എത്രയാണ് 70/110. ഇനി അടുത്തത് നമുക്ക് നോക്കാം പക്ഷാഘാതം. എന്താണ് പക്ഷാഘാതം? പക്ഷാഘാതം എന്താണ്? ഒരു ജീവിതശൈലി രോഗമാണ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം മസ്തിഷ്ക കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനും പോഷണങ്ങളും ലഭിക്കാതെ വരികയും അവ നശിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് എന്ത് എന്ന് പറയുന്നത് സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നത് കേട്ടോ. പക്ഷാഘാതത്തിന് 2 അവസ്ഥയാണുള്ളത്. ഏതൊക്കെയാണ്? സെറിബ്രൽ ഹെമറേജും സെറിബ്രൽ ത്രോംബോസിസും. ഇത് രണ്ടും എന്തിലേക്ക് വഴിവെക്കുന്നുണ്ട്? പക്ഷാഘാതത്തിലേക്ക് അല്ലെങ്കിൽ സ്ട്രോക്കിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വഴിവെക്കുന്നുണ്ട്. അപ്പോൾ സെറിബ്രൽ ഹെമറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മസ്തിഷ്കത്തിലേക്കുള്ള എന്താണ് രക്തക്കൊഴുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം മസ്തിഷ്ക കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനും പോഷണങ്ങളും ലഭിക്കാതെ വരികയും അവ നശിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നത്. അത് എന്തിലേക്ക് ലീഡ് ചെയ്യും? പക്ഷാഘാതത്തിലേക്ക് ലീഡ് ചെയ്യും. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് എന്ത് എന്ന് പറയുന്നത്? സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കണേ, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ ഏതാണ്? സെറിബ്രൽ ത്രോംബോസിസ് ആണ്. അതും എന്തിലേക്ക് വഴിവെക്കുന്നു? പക്ഷാഘാതത്തിലേക്ക് വഴിവെക്കുന്നു. അപ്പം പക്ഷാഘാതത്തിൻ്റെ 2 കാരണങ്ങൾ ഏതൊക്കെയാണ്? സെറിബ്രൽ ഹെമറേജും അതുപോലെ തന്നെ സെറിബ്രൽ ത്രോംബോസിസും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം അമിത രക്തസമ്മർദ്ദം. അഭിലഷണീയമായ നിരക്കിൽ നിന്നും രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥയാണ് എന്ത് എന്ന് പറയുന്നത്? അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. എത്രയാണ് അതിൻ്റെ നിരക്ക്? 120/80 ആണ് അല്ലേ? 120/80 ആണ് എന്താണ് നമ്മുടെ സാധാരണ BP-യുടെ എന്താണ് നിരക്ക് എന്ന് പറയുന്നത്. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 140 മേലേക്ക് പോയാൽ അതെന്താണ്? അമിത രക്തസമ്മർദ്ദമാണ്. ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 90 എന്താണ് മേലോട്ട് പോയി കഴിഞ്ഞാൽ അതെന്താണ്? അമിത രക്തസമ്മർദ്ദമാണ്. അപ്പോൾ സിസ്റ്റോളിക് പ്രഷറിൻ്റെ സാധാരണ നിരക്ക് എത്രയാണ് സിസ്റ്റോളിക് പ്രഷർ? 120. ഡയസ്റ്റോളിക് പ്രഷർ എത്രയാണ്? 80. മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ 120-ൽ നിന്ന് സിസ്റ്റോളിക് പ്രഷർ 120-ൽ നിന്ന് 140-ലേക്ക് പോയി കഴിഞ്ഞാൽ അത് അമിത രക്തസമ്മർദ്ദമാണ്. ഡയസ്റ്റോളിക് പ്രഷർ 80-ൽ നിന്ന് 90-ലേക്ക് പോയി കഴിഞ്ഞാൽ അതെന്താണ്? അമിത രക്തസമ്മർദ്ദമായിട്ട് കണക്കാക്കപ്പെടുന്നു. നോർമൽ വാല്യൂ എത്രയാണ്? 120/80. അപ്പോൾ എന്താണ് സിസ്റ്റോളിക് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും എന്താണത്? സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയം ചുരുങ്ങിയിട്ട് രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുമ്പോഴുണ്ടാകുന്ന ആ ഒരു രക്തസമ്മർദ്ദത്തെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയം ഇങ്ങനെ ചുരുങ്ങിയിട്ട് രക്തം എന്ത് ചെയ്യാണ്? ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുകയാണ്. രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ഒരു രക്തസമ്മർദ്ദം, അപ്പോൾ ഉണ്ടാകുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. അതും കൂടെ ഓർത്തിരിക്കണേ. സിസ്റ്റോളിക് പ്രഷറിൽ ഉണ്ടാകുന്നത് എന്താണ്? ഉയർന്ന രക്തസമ്മർദ്ദമാണ്. ഹൃദയം ചുരുങ്ങി രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുമ്പോഴുണ്ടാകുന്ന ഉയർന്ന രക്തസമ്മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡയസ്റ്റോളിക് പ്രഷർ എന്താണ്? ഹൃദയം വിശ്രമാവസ്ഥയിൽ ഇരിക്കുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ധമനികളിൽ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ ധമനികളിൽ അനുഭവപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ രക്തസമ്മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഹൃദയം നമ്മുടെ റെസ്റ്റിലായിരിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ രക്തസമ്മർദ്ദത്തെ എന്ന് പറയുന്നു ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നു. ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞു എന്നുള്ള കൊഴുപ്പടിഞ്ഞുകൂടി ധമനികളുടെ വ്യാസം, ഇലാസ്തികത എന്നിവ നഷ്ടപ്പെടുകയും ധമനികളുടെ പ്രവർത്തനക്ഷമത കുറയുകയും ചെയ്യുന്ന അവസ്ഥ എന്താണ്? അമിത രക്തസമ്മർദ്ദമാണ്. ഒന്നുകൂടെ പറയാം. കൊഴുപ്പടിഞ്ഞുകൂടി രക്തധമനികളുടെ വ്യാസം, ഇലാസ്തികത എന്നിവ നഷ്ടപ്പെടുകയും ധമനികളുടെ പ്രവർത്തനക്ഷമത കുറയുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് എന്ത് പറയുന്നു? അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നു. ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചിരിക്കണം കേട്ടോ. ഈ ഒരു ഡെഫിനിഷൻ അങ്ങനെ തന്നെ ചോദ്യപേപ്പറിൽ വരാറുണ്ട്. കൊഴുപ്പടിഞ്ഞു കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ രോഗങ്ങളും നമ്മൾ എന്താണ് കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് പഠിക്കുന്നുണ്ട്. ജീവിതശൈലി രോഗം തന്നെ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തത് ഇവിടെ ശ്രദ്ധിക്കണം. വ്യാസം, ഇലാസ്തികത എന്നിവ നഷ്ടപ്പെടുകയും കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് രക്തധമനികളുടെ വ്യാസവും ഇലാസ്തികതയും നഷ്ടപ്പെടുകയും
ധമനികളുടെ പ്രവർത്തനക്ഷമത കുറയുകയും ചെയ്താലാണ് അമിത രക്തസമ്മർദ്ദത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഇനി ഇതിലെങ്ങനെ അറിയപ്പെടുന്നുണ്ട്? നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗാവസ്ഥ ഏതാണ്? അമിത രക്തസമ്മർദ്ദമാണ്. ചോദിച്ചിട്ടുണ്ട്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗാവസ്ഥ ഏതാണ്? അമിത രക്തസമ്മർദ്ദം. എന്നാണ് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ എന്ന് പറയുന്നത്? എന്നാണ്? മെയ് 17 ഒന്ന് ഓർത്ത് വെച്ചേക്കേട്ടോ. വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ എന്ന് പറയുന്നത് എന്നാണ്? മെയ് 17. അപ്പോൾ അമിത രക്തസമ്മർദ്ദവും ഒക്കെ അല്ലേ. അടുത്താണ് ക്യാൻസർ എന്ന് പറയുന്നത്. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി മറ്റ് കലകളിലേക്കും ശരീരഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്ന അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇതിന് കാരണമാകുന്നത് എന്താണ്? ഓങ്കോജീനുകളാണ്. ക്യാൻസറിന് കാരണമാകുന്നത് ഏതാണ്? ഓങ്കോജീനുകളാണ്. 2 തരം ട്യൂമറുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ബിനൈനുമുണ്ട്, മാലിഗ്നൻറ്റുമുണ്ട്. ട്യൂമറുകൾ 2 തരമാണുള്ളത്. ബിനൈനുമുണ്ട്, മാലിഗ്നൻറ്റുമുണ്ട്. ഇതിൽ അപകട സാധ്യത ഏറ്റവും കുറവുള്ളതും ഉത്ഭവ സ്ഥാനത്ത് തന്നെ ഒതുങ്ങി നിൽക്കുന്നതുമായ ട്യൂമറിനെയാണ് ബിനൈൻ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപകട സാധ്യത കുറവാണ്, ഉത്ഭവ സ്ഥാനത്ത് തന്നെ എവിടെയാണോ അതുണ്ടായത് ആ സ്ഥലത്ത് തന്നെ ഒതുങ്ങി നിൽക്കുന്നതുമായ ട്യൂമറാണ് ബിനൈൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. എന്നാൽ മാലിഗ്നൻ്റ് അങ്ങനെയല്ല. അതിവേഗം വിഭജിച്ചിട്ട് വ്യാപിക്കപ്പെടുകയും ട്യൂമർ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന വിഭാഗമാണ് മാലിഗ്നൻ്റ് ട്യൂമറുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതിയേ. ഇനി അർബുദത്തിന് കാരണമാകുന്ന ഘടകങ്ങളെ പൊതുവെ എന്ത് പറയുന്നു? കാർസിനോജനുകൾ എന്ന് പറയുന്നു. ചോദിച്ചിട്ടുണ്ട്. അർബുദത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്ത് പറയുന്നു? കാർസിനോജനുകൾ. ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത് എക്സ്റേസ്, UV റേസ്, ആസ്ബറ്റോസിസ്, ആഴ്സനിക്. ഇതൊക്കെ എന്താണ്? ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങളാണ്. അതിനെ എന്ത് പറയുന്നു? കാർസിനോജനുകൾ എന്ന് പറയുന്നു. ക്യാൻസറിന് കാരണമാകുന്ന രോഗാണു ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? ഓങ്കോജീനുകളാണ്. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ലോക ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4. ലോക ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4. ഇനി ക്യാൻസറിനെ നമ്മുടെ ഓരോ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസറിന് ഓരോ പേരുകളാണ്. അതും കൂടി ഒന്ന് നോക്കാം. എപ്പിത്തീലിയൽ കോശങ്ങൾക്കാണ് ക്യാൻസർ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ കാർസിനോമ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. എപ്പിത്തീലിയൽ കോശങ്ങൾക്കുണ്ടാകുന്ന ക്യാൻസർ ആണെങ്കിൽ അത് കാർസിനോമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യോജക കലകൾക്ക് അതായത് അസ്ഥിപേശികൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ്? സാർകോമ എന്നാണ് പറയുന്നത്. യോജക കലകൾക്കാണെങ്കിൽ എന്ത് പറയുന്നു? സാർകോമ എന്നാണ് പറയുന്നത്. പ്ലാസ്മ കോശങ്ങൾക്കുണ്ടാകുന്ന ക്യാൻസറാണ് മൈലോമ എന്ന് പറയുന്നത് കേട്ടോ. പ്ലാസ്മ കോശങ്ങൾക്കുണ്ടാകുന്ന ക്യാൻസർ ഏതാണ്? മൈലോമ. രക്തകോശങ്ങൾക്കാണ് ക്യാൻസർ ഉണ്ടാകുന്നതെങ്കിൽ അതിന് അറിയപ്പെടുന്നത് ലുക്കീമിയ എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ലുക്കീമിയ എന്താണ്? രക്തകോശങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസറാണ് ലുക്കീമിയ. രോഗപ്രതിരോധ ഘടനയെ ബാധിക്കുന്ന ക്യാൻസറാണ് ലിംഫോമ എന്ന് പറയുന്നത് കേട്ടോ. രോഗപ്രതിരോധ ഘടനയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ്? ലിംഫോമ. ഇനി മിക്സ്ഡ് ടൈപ്പ്, പലതരം കോശങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസറാണ് മിക്സ്ഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിലൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. കാർസിനോമയും സാർക്കോമയും ചോദിച്ചിട്ടുണ്ട് മുന്നേ കേട്ടോ. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി അടുത്തതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ജീവിതശൈലി രോഗമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക കേട്ടോ. ജീവിതശൈലി രോഗങ്ങൾ ഏതാണ്? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്താണ്? ജീവിതശൈലി രോഗമാണ്. നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് അത് ജീവിതശൈലി രോഗമല്ല എന്ന് ഓർക്കും, പക്ഷെ അതൊരു ജീവിതശൈലി രോഗമാണ്. അസ്ഥികളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന തരുണാസ്ഥിക്കുണ്ടാകുന്ന തേയ്മാനമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. അസ്ഥികളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന തരുണാസ്ഥിക്കുണ്ടാകുന്ന തേയ്മാനത്തെ എന്ന് പറയുന്നു? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത്. ജീവിതശൈലിയിലെ മാറ്റം, അമിതവണ്ണം, വ്യായാമമില്ലായ്മ എന്നിവയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അസ്ഥികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. അടുത്ത നോക്കാം, ഹൃദയാഘാതം. ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞുകൂടി രക്തപ്രവാഹം മുഴുവനായും തടസ്സപ്പെടുന്ന അവസ്ഥയിൽ എന്തുണ്ടാവുന്നുണ്ട്? ഹൃദയാഘാതം ഉണ്ടാകും. ഹൃദയപേശികളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഓക്സിജനും മറ്റു പോഷണങ്ങളും ലഭിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന അസഹ്യമായ നെഞ്ചുവേദനയാണ് ആൻജൈന എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയാഘാതം ഉണ്ടാകുന്നതിന് മുൻപ് അനുഭവപ്പെടുന്ന വേദന ഏതാണ്? ആൻജൈന എന്ന് പറഞ്ഞിട്ടുള്ള വേദനയാണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, ആൻജൈന. അപ്പോൾ ഹൃദയാഘാതം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞുകൂടി രക്തപ്രവാഹം മുഴുവനായും തടസ്സപ്പെടുമ്പോഴാണ് എന്ത് അനുഭവപ്പെടുന്നത്? ഹൃദയാഘാതം അനുഭവപ്പെടുന്നത്. അടുത്തതാണ് ഹതെറോസ്ക്ലെറോസിസ്. അപ്പോൾ നമ്മുടെ ഇവിടെ കൊഴുപ്പടിഞ്ഞുകൂടി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമ്മൾ കഴിക്കുന്നതിൽ നമ്മുടെ വ്യായാമം ഉൾപ്പെടുന്നുണ്ട്, നമ്മുടെ ആഹാരശീലം, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹൃദയാഘാതത്തിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
നമ്മുടെ ജീവിതശൈലികളിലും വ്യായാമം വേണം, ജീവിതശൈലികളിലും മാറ്റം വേണം അല്ലേ. ഇപ്പോഴത്തെ നമ്മൾ എന്തിനും ഏതിനും ഒരു ജലദോഷം വന്നാൽ ഉടനെ വേഗം മരുന്ന് കഴിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം അത്ര നല്ലതൊന്നുമല്ല കേട്ടോ. ഇനി അടുത്തതാണ് അതിറോസ്ക്ലീറോസിസ്. ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി അവയുടെ വ്യാസം കുറഞ്ഞു വരികയും തന്മൂലം രക്തപ്രവാഹത്തിന് തടസ്സം നേരിടുകയും ചെയ്യുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. ഇതും അമിത രക്തസമ്മർദ്ദവും തമ്മിൽ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പഠിക്കേട്ടോ. അവിടെ വ്യാസവും കുറയും, നമ്മുടെ ധമനികളുടെ ഇലാസ്തികതയും നഷ്ടപ്പെടും. ഇവിടെ ഹൃദയത്തിലേക്കുള്ള രക്തക്കൊഴലുകളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായിട്ട് വ്യാസം കുറഞ്ഞു വന്ന് അവിടെ രക്തപ്രവാഹത്തിന് തടസ്സം നേരിടുകയും ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, അതിറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ രോഗത്തിന് കാരണമാകുന്നത്. അടുത്താണ് ലിവർ സിറോസിസ്. മദ്യത്തിൻ്റെ ദുരുപയോഗം നാഡീവ്യവസ്ഥയുടെയും കരളിനെയും തകരാറിലാക്കുന്നു. അമിത മദ്യപാനം മൂലം കരളിനുണ്ടാകുന്ന വീക്കമാണ് എന്ന് പറയുന്നത് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. എന്ത് മൂലമാണ് ലിവർ സിറോസിസ് ഉണ്ടാകുന്നത്? ഇതൊരു മദ്യപാനത്തിൻ്റെ മൂലമാണ് അല്ലേ. മദ്യപാനം മൂലം ഉണ്ടാകുന്ന നമ്മുടെ കരളിനുണ്ടാകുന്ന വീക്കമാണ് എന്ന് പറയുന്നത് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. പുകയിലയിലെ ടാർ, കാർബൺ മോണോക്സൈഡ് എന്നിവ വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നതിനും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന രോഗത്തിന് എന്താണ് പറയുന്നത്? ബ്രോങ്കൈറ്റിസ് എന്നാണ് പറയുന്നത് അല്ലേ. ബ്രോങ്കൈറ്റിസ് ഒരു പുകയില മൂലമുണ്ടാകുന്ന പുകവലിക്കുന്നവരിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എന്ന് പറയുന്നത് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് അല്ലേ. പുകയിലയിലെ ടാറും കാർബൺ മോണോക്സൈഡും ഒക്കെ വായു അറകളിൽ അടിഞ്ഞു കൂടിയിട്ട് അവിടെ രോഗാണുക്കൾ പെരുകി ആ ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുന്നു. അങ്ങനെയാണ് എന്ന് പറയുന്നത് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ ആ ഒരു രോഗത്തിന്. ഇനി അടുത്തതാണ് എംഫിസീമ. പുകയിലയിലെ വിഷവസ്തുക്കൾ വായു അറകളിൽ അടിഞ്ഞുകൂടി അവയുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എംഫിസീമ എന്ന് പറയുന്നത്. ഇത് ശ്വസന പ്രതല വിസ്തീർണം കുറയ്ക്കുന്നതിനും വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നതിനും കാരണമാകുന്നുണ്ട്. ഇത് എംഫിസീമ ഇമ്പോർട്ടൻ്റ് ആണ്. എംഫിസീമയും ബ്രോങ്കൈറ്റിസും ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പുകയിലയിലെ വിഷവസ്തുക്കൾ വായു അറകളിൽ അടിഞ്ഞുകൂടിയിട്ട് അവയുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്നു. ശ്വസന പ്രതല വിസ്തീർണം കുറയ്ക്കാനും വൈറ്റൽ കപ്പാസിറ്റി കുറയ്ക്കാനും കാരണമാകുന്നു. ഈ അവസ്ഥയാണ് എന്ന് പറയുന്നത് എംഫിസീമ എന്ന് പറയുന്നത്. ബ്രോങ്കൈറ്റിസും എംഫിസീമയും എന്ത് മൂലമാണ് വരുന്നത്? പുകവലി മൂലമാണ് വരുന്നത്. ഈ പുകവലി നമ്മുടെ ഹൃദയത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഹൃദയത്തിന് എങ്ങനെ ഉണ്ടാകുന്നു? ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയിൽ. ഇത്രയും പുകവലി മൂലം ഹൃദയത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്തൊക്കെയാണ്? ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയൽ. ഇനി അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തെ എങ്ങനെയാണ് പുകവലി ബാധിക്കുന്നത്? ബ്രോങ്കൈറ്റിസ്, ശ്വാസകോശ ക്യാൻസർ, എംഫിസീമ ഇവയെല്ലാം വരുന്നു? നമ്മുടെ പുകവലി മൂലം ശ്വാസകോശത്തിന് ബാധിക്കുന്ന അസുഖങ്ങളാണ്. ബ്രോങ്കൈറ്റിസ്, ശ്വാസകോശ ക്യാൻസർ, എംഫിസീമ. ഇനി നമ്മുടെ മസ്തിഷ്കത്തിനെയാണെങ്കിലോ പക്ഷാഘാതം, നിക്കോട്ടിനോട് വിധേയത്വം എന്നിവ മൂലമുണ്ടാകുന്നു? നമ്മുടെ പുകവലി മൂലം മസ്തിഷ്കത്തിന് ബാധിക്കുന്നു. പക്ഷാഘാതം, നിക്കോട്ടിനോട് വിധേയത്വം, ഇത് മൂന്നും ഓർത്തിരിക്കണേ, പുകവലി മൂലമാണ്. ഇനി അടുത്തതാണ് അമിതവണ്ണം എന്ന് പറയുന്നത്. ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിൽ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അമിതവണ്ണം എന്ന് പറയുന്നത്. ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിൽ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടുക. ആ ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത് അമിതവണ്ണം എന്ന് പറയുന്നത്. ഈ അമിതവണ്ണം കണ്ടുപിടിക്കാനുള്ള ശാസ്ത്രീയമായ രീതി ഏതാണ്? ബോഡി മാസ് ഇൻഡെക്സ് ആണ് അല്ലേ. BMI പറയും, ബോഡി മാസ് ഇൻഡെക്സ്. ഈ BMI 25 അല്ലെങ്കിൽ 25 കൂടുതലോ ആണെങ്കിൽ പറയുന്നു? അമിത ഭാരമായിട്ടാണ് പറയുന്നത്. ഇനി BMI 30 മുകളിലാണെങ്കിൽ അവിടെ പൊണ്ണത്തടിയാണ്. BMI 25 അല്ലെങ്കിൽ 25 കൂടുതലോ ആണെങ്കിൽ അമിതഭാരമാണ്. BMI 30 ആണെങ്കിൽ പൊണ്ണത്തടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പൊണ്ണത്തടി മൂലമുണ്ടാകുന്ന മറ്റ് ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? ഹൃദ്രോഗം, പക്ഷാഘാതം, ടൈപ്പ് 2 പ്രമേഹം, ഫാറ്റി ലിവർ എന്നിവയാണ്. ഏതൊക്കെയാണ്? ഹൃദ്രോഗം ഉണ്ടാകും, പക്ഷാഘാതം ഉണ്ടാകും, ടൈപ്പ് 2 പ്രമേഹം ഉണ്ടാകും, ഫാറ്റി ലിവറും ഉണ്ടാകും പൊണ്ണത്തടി മൂലം. അപ്പോൾ പരമാവധി വ്യായാമം ചെയ്യുക, ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കുക അല്ലേ. പിന്നെ ലഹരി വസ്തുക്കളുടെയൊക്കെ ഉപയോഗം കുറയ്ക്കുക. പുകവലി, മദ്യപാനം, മയക്കുമരുന്ന് ഇതെല്ലാം കുറയ്ക്കുക അല്ലേ. നമുക്ക് നല്ലൊരു ശരീരമാണ് നമുക്ക് വേണ്ടത് അല്ലേ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്. ഇനി നമുക്ക് ഈ ഒരു ഭാഗവും ജീവിതശൈലി രോഗങ്ങളുമായിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ലോക ഡയബറ്റീസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത്
നവംബർ 14 കേട്ടോ. നവംബർ 14 ലോക ഡയബറ്റീസ് ദിനമായിട്ട് ആചരിക്കുന്നത്. അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം ഏതാണ്? കണ്ടുപിടിച്ചത് നമ്മളിപ്പോഴല്ലേ പറഞ്ഞേ. ഓപ്ഷൻ സി സിറോസിസ് ആണ് അല്ലേ. അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം ഏതാണ്? സിറോസിസ്. താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, മലേറിയ, ഹൃദയാഘാതം. ഏതാണ്? സി ആണല്ലേ. എന്താ ജീവിതശൈലി രോഗമല്ലാത്തത്? അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദയാഘാതം എന്നിവ എന്താണ്? ജീവിതശൈലി രോഗമാണ്. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം. കറക്റ്റാക്കാൻ നോക്കണേ. ഓപ്ഷൻ സി അതിറോസ്ക്ലെറോസിസ് ആണ് കേട്ടോ. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? അതിറോസ്ക്ലെറോസിസ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലി ആപ്പാണ് കേട്ടോ. ശൈലിയാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എംഫിസിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഏതു ഭാഗത്തെയാണ്? ഓപ്ഷൻ എ ശ്വാസകോശത്തെയാണ് എംഫിസിമ ബാധിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ്. ഓപ്ഷൻ സി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് കേട്ടോ. സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗം. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗം ഇതാണ്. അമിത രക്തസമ്മർദ്ദമാണല്ലേ. ഇവിടെ അതിറോസ്ക്ലെറോസിസ് തന്നിട്ടില്ല, അമിത രക്തസമ്മർദ്ദമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗം ഇതിലേതാണ്? അമിത രക്തസമ്മർദ്ദം. എംഫിസിമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്താണ്? സിഗരറ്റ് സ്മോക്കിംഗ് ആണ് അല്ലേ. എംഫിസിമ എന്ത് മൂലം ഉണ്ടാകുന്നത്? ഒരു പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എംഫിസിമ, ബ്രോങ്കൈറ്റിസ് മുതലായവ. ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം ആകുന്നത്? പരിസ്ഥിതി മലിനീകരണം, പ്രകൃതി ദുരന്തങ്ങൾ, അനിയന്ത്രിതമായ ഭക്ഷണശീലം, വൈറസ് ആക്രമണം. ഏതാണ്? ഓപ്ഷൻ സി അനിയന്ത്രിതമായ ഭക്ഷണശീലമാണ് ജീവിതശൈലി രോഗങ്ങളിലേക്ക് വഴിവെക്കുന്നത്. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടുപിടിക്കുക. പ്രമേഹം, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, പക്ഷാഘാതം. ഓപ്ഷൻ സി ഹീമോഫീലിയ എന്താണൊരു ജനിതക രോഗമാണല്ലേ. ജീവിതശൈലി രോഗമല്ല. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്താണൊരു ജനിതക രോഗമാണ്. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം എന്താണ്? ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? നമ്മളിപ്പോൾ നേരത്തെ ഒരു ആപ്പ് പറഞ്ഞത് ഏതായിരുന്നു? ശൈലി ആപ്പായിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു പദ്ധതിയാണ്. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? ഓപ്ഷൻ 2 ആണ്. അമൃതം ആരോഗ്യമാണ്. ഓപ്ഷൻ ബി ആണ്. 2 മാത്രം എന്നുള്ളതാണ്. അമൃതം ആരോഗ്യം എന്താണ്? ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ്. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 14. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2, 3 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥ ഏതാണ്? പക്ഷാഘാതമാണല്ലേ. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നത് എന്താണ്? ക്യാൻസർ ആണ്. എംഫിസിമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശത്തെയാണല്ലേ എംഫിസിമ ബാധിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? നമ്മൾ പറഞ്ഞില്ലേ ഏതാണത്? അമൃതം ആരോഗ്യം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഹീമോഫീലിയ. ഇതിപ്പോൾ നേരത്തെ വന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഹീമോഫീലിയ നമ്മൾ പറഞ്ഞതാണ്. ഹീമോഫീലിയ എന്താണ്? ജനിതക രോഗമാണ്. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം എന്താണ്? ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രമേഹം, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, പിന്നെ ഏതാണ്? ക്യാൻസർ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്,
ഹൃദയാഘാതം, അതിറോസ്ക്ലെറോസിസ്, ലിവർ സിറോസിസ്, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ, അമിതവണ്ണം. ഇത്രയുമാണ് എന്ത് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ഇതിൽ ചിലപ്പോൾ ഒരുപാടെണ്ണം തന്നിട്ട് ഇപ്പോൾ ചോദിച്ച പോലെ തന്നെ നമുക്ക് വരാം. ജീവിതശൈലി എന്തായാലും 1 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. ജീവിതശൈലി രോഗങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവേ. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുതേ. അപ്പോൾ വീണ്ടും നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക്